ഹലോ ഗായ്സ്, അപ്പം ഞാൻ പാർട്ട് 1 ഹെയർ ഫോൾ മിസ്റ്റേക്കും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ 3 തിങ്സ് ചെയ്തതിന് പിന്നെ എൻ്റെ ഹെയർ ഫോൾ ഭയങ്കര കൺട്രോൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് അതിൻ്റെ റിസൾട്ട്. എൻ്റെ ഒരു വേവി ടൈപ്പ് ഹെയർ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ജട കൊള്ളും. അപ്പം ഞാൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് നല്ല ഹെയർ ഫോൾ ഒരു ഹെയർ പോലും എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. നേരത്തെ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പം ഫുൾ ഹെയർ എൻ്റെ കയ്യിൽ വന്നിരിക്കും. അപ്പം ഇപ്പം നല്ല ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് ഹെയറിൽ. അത് ചെയ്തിട്ടാണ്, അത് ശ്രദ്ധിച്ചിട്ടാണ്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ കുഴപ്പം തന്നെയാണ്, നമ്മളിതൊന്നും ചെയ്യാത്തതും ശ്രദ്ധിക്കാത്തതും ഒക്കെ. അപ്പം ഞാൻ അത് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം വേറെ കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് പാർട്ട് 2 ഹെയർ ഫോൾ മിസ്റ്റേക്ക്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ ഉടനെ തന്നെ പോയി കാണുക. ഞാൻ എൻ്റെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്തായാലും പോയി കാണുക. നിങ്ങളും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ഹെയറിലും നല്ല ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് വീഡിയോയിലേക്ക്. ഫസ്റ്റ് തിങ്ക്, വീക്കിലി 2 തവണ ഹെയറിൽ പ്രോട്ടീൻ മാസ്ക് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഉലുവ ഉണ്ടല്ലോ, ഉലുവ തലേ ദിവസം കുതിർക്കാനായിട്ട് വെക്കും. ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ അതിൽ ഇടും. എന്നിട്ട് ഒരു ഡേ രാത്രി ഇട്ട് വെക്കും. എന്നിട്ട് കുതിർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ കുതിർത്ത ഉലുവയും കുറച്ച് തൈരും പിന്നെ കറ്റാർവാഴ ജെല്ലും കൂടെ മിക്സാക്കിയിട്ട് ഞാൻ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വീക്ക്ലി 2 അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം എനിക്കത് നല്ല ഡിഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. സെക്കൻഡ് തിങ്ക്, ഓയിൽ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ചെമ്പരത്തി ഇല, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ എല്ലാം കൂടി ഒരു എണ്ണയാക്കി മിക്സാക്കി വെക്കും. എന്നിട്ട് അത് നല്ലപോലൊക്കെ ചൂടാക്കിയിട്ട്, നല്ലപോലെയൊക്കെയല്ല, ഒരു ചെറിയ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യും. അതിങ്ങനെ വിരളിൽ മാത്രം ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കാൻ പറ്റുമല്ലോ, നമ്മൾ വിരലിങ്ങനെ ആക്കി അതിങ്ങനെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കും. അത് നല്ല ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സാറ്റിൻ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യും. അതേപോലെയൊക്കെ ഹെയറിൻ്റെ അറ്റത്ത് ഈ സ്പ്ലിറ്റൻസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കൺട്രോൾ ചെയ്യും. സാറ്റിൻ പില്ലോ കവർ ഏറ്റവും യൂസ്ഫുള്ളാണ്. തേർഡ് തിങ്ക്, ഇതാണ് ഗെയിം ചേഞ്ചർ. ഇപ്പം പറഞ്ഞ എന്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഇത് മസ്റ്റ് ഹാവ് ആണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ, പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും, പാക്കോ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഉള്ളിൽ ഒരു അയൺ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും അത് വർക്കാവില്ല. നമ്മുടെ ഉള്ളിൽ അയൺ കണ്ടൻറ്റ് ഇല്ലെങ്കിൽ അത് ഒരിക്കലും വർക്കാവത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീക്കിലി 3 തവണയൊക്കെ മുരിങ്ങയില തോരൻ കഴിക്കും. പിന്നെ എല്ലാ ദിവസവും രാവിലെ 2 ഡേറ്റ്സ് വെച്ച് കഴിക്കും. പിന്നെ 3 ലിറ്റർ വെള്ളം അത് കുടിക്കണം. ഇപ്പോഴത്തെ എല്ലാ മനുഷ്യന്മാരും 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷേ 3 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാണ്. 3 ലിറ്റർ വെള്ളം കുടിക്കണം. അത് ഹെയറിനെ സ്കിന്നിനെ നല്ലപോലെക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അയൺ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേരളത്തിൽ 70% പെൺപിള്ളേർക്കും ഈ ഹെയർ ഫോൾ വരുന്നത്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും അയൺ കണ്ടൻറ്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. നിർത്തിക്കഴിഞ്ഞപ്പം, ഇതൊക്കെ ചെയ്തും തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഹെയറിൽ ഇച്ചിങ് കുറഞ്ഞു. ആൻഡ് നോക്ക്, ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും, എനിക്ക് ബേബി ഹെയർസ് നല്ലോണമൊക്കെ വരുന്നുണ്ട്. എൻ്റെ 50% ഹെയർ ഫോൾ കൺട്രോളായി. ആൻഡ് ഇതിൽ എന്ത് റിസൾട്ടാണ് ഗൈസ് വേണ്ടത്? ഞാൻ എന്ത് പ്രൂഫാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത്? ഇതിൽ നിങ്ങൾ ഏതൊക്കെയാണ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുമോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാനും മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.